അങ്ങനെയൊന്നും മോഡലില്ല. എനിക്ക് ആരും ഒരു ഗുരുവില്ല. ഞാൻ തന്നെത്താനെ ഇതൊക്കെ വരയ്ക്കാൻ തുടങ്ങിയതാണ്. സ്കൂൾ ഡേയ്സിൽ നിന്ന് വരച്ചതാണ്. ചുമ്മാ എൻ്റെ ഭാവനയിൽപ്പെട്ടതാണ്. ഇതൊന്നും വലിയ ഞാൻ ഒരു ചിത്ര കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സാധാരണ ആളിങ്ങനെ വരയ്ക്കുന്നു. മറ്റൊന്ന് ശ്രീരാം ഇന്നലെ പറഞ്ഞ ആ വാക്ക് വലിയ ചർച്ചയായിട്ട് വരികയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ചിത്രത്തിൻ്റെ പ്രദർശനത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ എന്തോ ഇന്നലെ പറഞ്ഞപ്പോൾ അതായിരുന്നു എല്ലാ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നത്. നിങ്ങൾ സിനിമ ഇറങ്ങിയപ്പോൾ അത് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഒരു വലിയ വിമർശനം ഉണ്ടാവും. ഈ പടങ്ങളൊക്കെ ഞാൻ തന്നെ വരച്ചതാണ്. വേറെ ആരും വരച്ചല്ല. ഇതൊക്കെ എൻ്റെ കൈകൊണ്ട് ഞാൻ വരച്ച പടങ്ങളാണ്. നിങ്ങൾ എല്ലാവരും പത്രക്കാരെ വിചാരിക്കാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിച്ച ലോകം നന്നാക്കാനോ ഒന്നും ചീത്തയാക്കാനോ നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ ഈ ഞങ്ങളെല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാവരും പേടിക്കുന്നത് ഞങ്ങളുടെ അച്ഛനമ്മയേക്കാൾ പേടിക്കുന്നത് നിങ്ങളെയൊക്കെയാണ്. ഈ മാധ്യമങ്ങളാണ്. അച്ഛനമ്മയെ പോലെ ഞങ്ങൾക്ക് പേടിയില്ല. സത്യത്തിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ഒരു നല്ലത് ചെയ്യാനോ ചീത്ത എപ്പോൾ ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടാവുന്ന നിങ്ങളൊരു പബ്ലിസിറ്റി കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് ഞാനൊരു ബിസിനസ്സുകാരിയല്ല. ബിസിനസ് ചെയ്യുന്ന ഇവരാണ് കോമൺ സെൻസും പിന്നെ ഫെഡറൽ ബാങ്ക് ഇവരാണ് വിലയൊക്കെ നിശ്ചയിക്കുന്നത്. എനിക്കിതിനെ പറ്റി യാതൊന്നും അറിയില്ല. നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഒരു പുണ്യകാര്യമായിട്ട് പത്രക്കാരെല്ലാവരും കൂടി ഒരു പുണ്യകാര്യം ചെയ്യുന്നതായിട്ട് വിചാരിച്ച് നിങ്ങളെല്ലാം കൂടി ഇതിനു വേണ്ടി നല്ലൊരു പബ്ലിസിറ്റി അത്രയുള്ള വേറെ പടങ്ങൾക്കൊക്കെ എന്തെല്ലാം പബ്ലിസിറ്റിയാണ് നിങ്ങൾ കൊടുക്കുന്നത്.